ഹലോ ചങ്ങായിമാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് മയണൈസാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് മയണൈസിൻ്റേത്. നമ്മൾ തന്നെ അത് ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കും അതൊരു ഫ്രഷായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. വെൽക്കം ടു മൈ ചാനൽ ദ കുക്കിംഗ് ടേസ്റ്റ് വിത്ത് സ്റ്റീഫൻ. അതിനാദ്യമായിട്ട് നമുക്ക് വേണ്ടത് മുട്ടയാണ്. നമ്മളിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നീട് വേണ്ടത് വെളുത്തുള്ളിയാണ്. അത് നമ്മളിവിടെ ഒരു അല്ലി എടുത്താൽ മതി. നമ്മൾ കൂടുതൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളുത്തുള്ളിയുടെ കുത്തലായി പോകും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുട്ട പൊട്ടിക്കാം. മുട്ട പൊട്ടിച്ചിട്ട് മുട്ടയുടെ മഞ്ഞക്കരു നമുക്ക് ആവശ്യമില്ല, നമുക്ക് അതിൻ്റെ വെള്ള മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ വെള്ള മാത്രം നമുക്കൊരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 2 മുട്ട പൊട്ടിച്ചിട്ട് അതിൻ്റെ ആ മഞ്ഞക്കുരു മാറ്റി ആ വെള്ളം മാത്രം നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമ്മളൊരു വെളുത്തുള്ളി ചെറുതായിട്ട് നമ്മൾ കട്ട് ചെയ്തതാണ്. അത് നമ്മളിത് ആ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യമാണ്. നമുക്ക് അതിനാവശ്യമായത്രയും ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് വേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. നമ്മൾ വെളിച്ചെണ്ണയിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ജാർ മൂടിയിട്ട് ഒരു മിക്സിയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ മിക്സിയിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം. നമ്മളിത് അടിച്ചെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒറ്റയടിക്ക് തന്നെ സ്പീഡിൽ അടിക്കാൻ പാടില്ല. നമുക്കിത് ജസ്റ്റ് ഒന്ന് പൾസിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നമ്മുടെ മിക്സിയുടെ ഒരു ലെഫ്റ്റിലേക്ക് ചെറുതായിട്ടൊന്ന് അടിക്കുക. നമ്മൾ ഒറ്റയടിക്ക് അടിക്കരുത്. നമ്മൾ ഇപ്പോൾ ചെയ്തെടുക്കുന്നത് പോലെ തന്നെ 1-2 പ്രാവശ്യം തിരിച്ച് അങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളത് തുറന്നിട്ട് കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നമ്മൾ സെയിം ചെയ്തതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പൾസിലിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളൊന്ന് ചെറുതായിട്ടും തിരിക്കുക, വിട്ട് കളയുക, ചെറുതായിട്ട് തിരിക്കുക, അങ്ങനെ വേണം നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മളൊരു നല്ലൊരു കട്ടയായിട്ട്, അതായത് മയോണൈസിൻ്റെ ആ ഒരു പാകത്തുന്നത് വരെ നമുക്ക് ഈ ഒരു കാര്യം തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമ്മൾ ഒരിക്കലും കൂടുതലിട്ട് അടിക്കരുത്. അപ്പോൾ വെളുത്തുള്ളിയുടെ ഒരു കുത്തലും ആ ഒരു പുകച്ചിലൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് ഒരു ചെറിയൊരു കഷ്ണം മാത്രമേ വെളുത്തുള്ളി ഇട്ടാൽ മതി. ഇപ്പോൾ മയോണൈസിൻ്റെ ഏകദേശം കുറച്ചുകൂടി കട്ടയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കാം, അതായത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്നുകൂടെ പൾസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ മയോണൈസിൻ്റെ ഏകദേശം നല്ലൊരു പാകമായിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയുള്ളൂ. നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല ഫ്രഷോടുകൂടി നമുക്ക് മയോണൈസ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.